നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ജനുവരി 26. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇടപ്പക്കുളി ദിനമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുക. പ്രഭാതത്തിന്റെ ശബ്ദങ്ങൾ, കാക്കയും കുയിലും ഒക്കെ വിളിക്കുന്ന ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്ക്, ഒരു ആരാധനാലയത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നമുക്ക് ആ പ്രത്യേകതകൾ കാണാം, അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയെ പരിചയപ്പെടാം, മറ്റ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ഉള്ളൊരു നഷ്ടമാകുന്ന ഒരു ദിവസമായി മാറില്ല. അപ്പോൾ എല്ലാവരും വന്നോ, നമുക്ക് ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. വേഗം വായോ, നമുക്ക് പൂജാരിയെ കാണണം. നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി. നമുക്ക് ആ പൂജാരിയെ കാണാം, സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരി നമുക്ക് വിളിക്കാം. ശിവദാസൻ സാർ എന്നാണ് പൂജാരിയുടെ പേര്. ശിവദാസൻ സാർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ രാവിലെ ജനുവരി 26 ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അത് തോന്നുന്നത് അപ്പോൾ വന്നോ. അപ്പോൾ നമുക്ക് സാറിനെ ഒന്ന് ആദരിക്കാം. എന്തിനാണ് ആദരിക്കുന്നതെന്ന് പിന്നീട് പറയാം. ആദ്യം ഞാൻ സാറിനെ ഒന്ന് ആദരിച്ചോട്ടെ. സാർ, വളരെ സന്തോഷം. ജനുവരി 26 എന്നെ സാറിനെ കാണാൻ എത്തി. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഒത്തിരി നന്ദി സാർ. ഓക്കെ, ഇനി എന്തിനാണ് സാറിനെ ആദരിച്ചതെന്നല്ലേ, ഇന്ത്യൻ ഭരണഘടനയെ, അതായത് നമ്മളാക്കി നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇതാരാണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നും പറയാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ക്ഷേത്രം ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പൂജാരിയാണ് ബഹുമാനമുള്ള ശിവദാസൻ സാർ. ബാക്കി ഡീറ്റെയിലുകൾ നമ്മൾ പിന്നീട് പറയും. സാർ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് വിശദമായി സാറിനെ പരിചയപ്പെടാം. ആദ്യം മാനസികമായി തയ്യാറാവുക. ഓക്കെ സാർ. എന്തിനാന്നല്ലേ, ഇത് ഫസ്റ്റ് അല്ലേ സാർ? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും വേണം. കരുതാറിയോ, നിങ്ങൾ ഭസ്മധാരിയാണ് എന്ന്, ഭസ്മമാകുന്ന സ്മരിക്കണം, വിനയാന്വിതനാകണം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഭസ്മധാരിയായി മരണത്തെ സ്മരിച്ച് വിനയാന്വിതനാകുക എന്നാണ്. ഒരു തത്വമല്ല. ഉള്ളിലെ മാലിന്യങ്ങളാണ് നാളികേരം ഉടയ്ക്കുന്നതിലൂടെ മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ ഒരു ഭിക്ഷ യാചിച്ചിരിക്കുന്ന ഒരു ഗണപതിയാണ് എന്നല്ലെങ്കിൽ തോന്നൽ വരും. അത് പാടില്ല. അങ്ങനെ പലതുമുണ്ട്. പുണ്യസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കേണ്ടത് മനോമാലിന്യങ്ങളാണ്. അങ്ങനെയുള്ള തത്വം, ക്ഷേത്ര തത്വം കൂടി ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ചില മൂല്യമുള്ള തത്വങ്ങളെ മാത്രം നമ്മൾ പിന്തുടരും. എല്ലാത്തിനെയും ഒന്നുമില്ല. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ല നമ്മൾ പിന്തുടരുന്നത്, തത്വങ്ങളെ മാത്രം. ഭരണഘടനയിലുള്ളത് മൂല്യങ്ങൾ മാത്രമാണ്. ആ മൂല്യങ്ങളെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കഴിഞ്ഞ ഒരു ഗ്രന്ഥം കിട്ടില്ല ആരാധിക്കാൻ. മനസ്സിലായി? അപ്പോൾ എത്ര വളരെ എന്താണ്, ഈ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. വളരെ വലിയൊരു ചിന്തയാണ് സാറിൻ്റേത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ എഴുതിയിരുന്നു, ഭസ്മധാരിയായി മരണത്തെ സ്മരിച്ച് വിനയാനീതനാകും. അത് ഭയങ്കര ചിന്തയാണ്, ഒരു വല്ലാത്തൊരു ചിന്തയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സാറുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാം. സാധാരണ ക്ഷേത്രത്തിന് പകരം ഇങ്ങനെ ഈ രീതിയിലൊരു ക്ഷേത്രം പണിയണമെന്നൊരു ആശയം ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണം എന്തായാലും? അല്ല, ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാല് ഈ മൂല്യങ്ങളെ പിന്തുടരുന്നില്ല. അതേ സമയത്ത് പണ്ടുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അവ വിദ്യാകേന്ദ്രങ്ങളായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ വലിയ ശാലയില് കാന്തളൂർ ശാല എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തില് ആയോധനകല, വൈദ്യം, തർക്കശാസ്ത്രം, രാജ്യതന്ത്രജ്ഞത ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് ഇവിടുന്ന് പഠിച്ച ആളുകൾ വിദേശത്തൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് ദക്ഷിണ നളന്ദ എന്നതിന് പേരുണ്ട്. അത് മാത്രമല്ല ശാലയായിട്ടുള്ളത്, അന്ന് ശാലകളാണുള്ളത്. കാന്തളൂർ ശാല പോലെ തിരുവല്ലായൊരു ശാലയുണ്ട്, മൂഴിക്കുളത്തൊരു ശാലയുണ്ട്, പാർത്ഥിവപുരത്ത് തമിഴ്നാടിന്റെ ഭാഗത്തൊരു ശാലയുണ്ട്. ഈ ശാലകളെല്ലാം വിദ്യാകേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ ജ്ഞാനം കൊടുക്കുന്ന വഴികളാണ്.
പോറ്റിയെ കേറ്റിയെ വന്നപ്പോഴാണല്ലോ സംഗതി ഇതെല്ലാം വഴിതെറ്റി. അവർക്ക് നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു ഏജന്റായിട്ട് അവർ നിൽക്കണം. ആ സ്ഥലത്തിലേക്ക് എല്ലാ മതങ്ങളും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ മൂല്യത്തിലേക്ക് മടങ്ങി വരാൻ ഭക്തരെ ക്ഷണിക്കുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനകത്താണ് മൂല്യങ്ങളുള്ളത്. നിങ്ങൾ ബൗദ്ധ തത്വങ്ങൾ എടുത്താലും ഭഗവത്ഗീത എടുത്താലും ക്രിസ്തുവിനെ എടുത്താലും അവരൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ധാർമ്മികത മുഴുവൻ ഇതിനുണ്ട്. മാത്രമല്ല പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നു. കാലത്തിനനുസരിച്ച് ഉയർന്നു വരാന് സഹായിക്കുന്ന ഒന്നാണ് ഭരണഘടന. ഈ ചോദ്യം ചോദിക്കട്ടെ, അയലത്തെ ഒരാൾ പട്ടിണി കിടന്നത് മരിച്ചു ആരാ കുറ്റവാളി? തീർച്ചയായിട്ടും നമ്മൾ തന്നെ. നിങ്ങൾക്ക് അത് വിഷമമുണ്ട്, അയാളുടെ മക്കൾക്ക് വിഷമം കാണും, പക്ഷെ കുറ്റവാളി വേറൊരാളും. അതാണ് ഭരണഘടനയുടെ കടന്നു വരുന്നത്. അതായത് ഭക്ഷണം നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ഈ അവകാശം തരേണ്ട ആരാ? ഗവൺമെന്റാ. അപ്പൊ നിങ്ങൾ പട്ടിണി കിടന്നു പറഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ഇട്ടാട്ടെ, നിങ്ങളെ പോലീസ് പിടിക്കും. അത് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. കാര്യം അവര് വിഷമത്തിലാണ്, ഗവൺമെന്റ് കുറ്റവാളിയാക്കത്തിൽ. ഇങ്ങനെ നിങ്ങളെ നിത്യം പ്രണയിച്ചുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ മുന്നേറി വരുന്നു. നമ്മുടെ ഒരു അയലത്തുകാരന്റെ അവനൊരു വീടേ ഉണ്ട്, ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥ. ബാങ്ക് ലോൺ എടുത്താ എത്തിക്കൊണ്ട് പാനു പോകും. ഇപ്പൊ പറ്റത്തില്ല. എന്താ? അവന് വീട് വേണം ഇവിടെ, അതെന്റെ അവകാശമാ. അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടാമെന്നുണ്ടെങ്കിൽ വേറെ വല്ല വഴിയും നോക്കണം. അയാൾക്ക് ഒന്നിലധികം സ്വത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നോക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങളെ സ്നേഹിച്ച് കടന്നു വരുന്ന ഈ സാധനം ഭരണഘടനയാണെന്ന് അറിയണം. അല്ലാതെ ഒരു ഗവൺമെന്റ് ചെയ്യുന്നതല്ല. ഗവൺമെന്റ് ജോലി ഇത് മാത്രമാണ്. നമ്മുടെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. ആ നിർദ്ദേശക തത്വങ്ങളിൽ പരിപാലിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിപാലിക്കൽ മാത്രമേ ഒരു ഗവൺമെന്റ് കൊണ്ട് നടക്കൂ. നിങ്ങൾക്ക് സൗജന്യം നന്നായിട്ട് അവർ വിചാരിക്കാനും പാടില്ല, നിങ്ങൾ വിചാരിക്കാനും പാടില്ല. നിങ്ങൾക്ക് രാജ്യത്തിന് സമ്പത്ത് കൂടിയപ്പോ അതിനനുസരിച്ച് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അർഹനാണ്. നിങ്ങൾ ഇന്ത്യൻ പൗരൻ എന്നുള്ളതിലേക്ക് അർഹനാണ്. അപ്പൊ അതൊക്കെ സാധ്യമാകുന്നത് ഈ ഗ്രന്ഥം കാരണം. ഒരു ചോദ്യം കൂടി, ഈ കിടാവിളക്ക്, അപ്പൊ വിളക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും സാറിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതൊരു കുറച്ചുകൂടി നമുക്കൊരു എനർജി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കിടാവിളക്ക് ഇവിടെ വെക്കാനും അതിനെ കുറിച്ച് സാറ് എന്താണ് സാറിന്റെ ചിന്ത? അത് ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യം. കിടാവിളക്കെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലൊരു വിളക്കുണ്ട് എന്ന്, ആ വിളക്ക് നമ്മൾ ഇങ്ങനെ കൊളുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിനെ നിരന്തരം, നിങ്ങൾ ഇന്ന് സാഹോദര്യമുള്ളവനായാൽ നാളെ ആയിക്കോണമെന്നില്ല. നിങ്ങൾ സ്വാർത്ഥതയിലേക്ക് പോകും. ഇവിടെ തന്നെ നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഡിക്കേഷൻ വേണം. ആ ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട് രാവിലെ വന്ന് വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്റെ വെളിച്ചം വേണ്ടത്ര ആയോ എന്ന്. എനിക്ക് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അകത്ത്. അങ്ങനെ ഓരോ പ്രവൃത്തിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരിക്കണം. അതാണ് കിടാവിളക്ക്. അല്ലാതെ ഇവിടെ വേറെ ദൈവം വരുന്നൊന്നുമില്ല. ഇവിടെ മന്ത്രം ചൊല്ലി പൂജിച്ചിട്ട് കാര്യമില്ല. മന്ത്രം ചൊല്ലി ആരും വരാനില്ല. എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ദൈവം പിന്നെ സംസ്കൃതം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എങ്ങനെ സാർ ഈ ലഭ്യമായത് എങ്ങനെയാണ്? അതിപ്പോ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ബുക്ക് സ്റ്റാളിലെല്ലാം നമുക്ക് വാങ്ങുന്നത്, അതിന്റെ പകർപ്പ് ഒത്തിരി കിട്ടുന്നുണ്ട്. പരിഭാഷപ്പെടുത്തിയ പകർപ്പ് കിട്ടുന്നുണ്ട്. അതൊരു അറിവാണ്. പരിഭാഷപ്പെടുത്തിയ പകർപ്പ് നമ്മുടെ ബുക്ക് സ്റ്റാളിലെല്ലാം കിട്ടുന്നുണ്ട്. എല്ലാവരും പഠിക്കണമെന്നാണ് സാധാരണ. അതെ, അതിന്റെ ആ സ്നേഹമുള്ളവർ, അതായത് പിന്നെ സാഹോദര്യം അതിനകത്ത് ആപ്ലിക്കബിളാണ്. സാഹോദര്യം പ്രാവർത്തികമാണ്. മറ്റേതൊക്കെ പറച്ചിലേ ഉള്ളൂ. നിന്നെപ്പോൾ നീ അയലത്തുകാരന് കൊടുക്കണം, അയലത്താരെങ്കിലും പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് ഒരു മാന്യന്റെ ലക്ഷണം. ഇന്ന് അവനൊരു റൈറ്റാണ്. ഈ റൈറ്റ്സ് നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം നമുക്ക് ചില ചുമതലകളുണ്ട് എന്നും ഈ സാഹോദര്യം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നും നമ്മുടെ സഹോദരന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമസഭയിൽ പോകുന്നത്. എനിക്ക് ആടും കോഴിയും വേണ്ട, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതല്ല, നമ്മുടെ സഹോദരന് വേണ്ടി പോകുന്നു. അവൻ്റെ അവകാശം. അതെ അതെ, അവന് അർത്ഥനെ കണ്ടുപിടിക്കാൻ അറിവുള്ളവൻ സഹായിക്കണം. ആ തരത്തിലേക്ക് നമ്മൾ ഒരു സാഹോദര്യത്തിൻ്റെ പാന്താവിലേക്ക് വരുന്നില്ല. സാഹോദര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യം. അവിടേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ നാം ഇന്ന് നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പലതും, നേരിടുന്ന പല സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഭരണഘടന
ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? സാമൂഹ്യപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ സാധാരണ നേരത്തെ സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ. എങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു ഗ്രന്ഥം ഇപ്പോൾ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭരണഘടന മാത്രമേ ഉള്ളൂ ഇല്ലേ? അതെ, വേറെ ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഉദാത്തമായ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇനി മുന്നിലുള്ള പുതിയ തലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(h) അനുസരിച്ച് ശാസ്ത്രീയ മനോഭാവം വളർത്തണം. അതിന് തടസ്സം നിൽക്കുന്നത് പ്രധാനമായിട്ടും പേരൻസ്, അവർക്ക് മാർക്ക് മതി. രണ്ടാമതൊരു ഘടകം ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് കുട്ടിക്ക് A+ മേടിക്കണം. A+ വാങ്ങിച്ചുകൊണ്ട് ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടത്തേയില്ല. A+ൻ്റെ ബലം അവന് യാതൊരു പ്രയോജനം ഇല്ലല്ലോ. അവൻ +1 ഒരു അഡ്മിഷൻ കിട്ടും 10ാം ക്ലാസ് A+. പക്ഷേ അവനിൽ ബേസിക്കായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയ അവനാ രക്ഷപ്പെടുന്നത്. അല്ലാതെ ഈ പഠനം കൊണ്ട് യാതൊരു കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ശാസ്ത്രീയ മനോഭാവം വളർന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പഠനോപകരണങ്ങൾ, ലോകം കണ്ടിട്ടില്ലാത്ത പഠനോപകരണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരി. അപ്പോൾ അതൊരു പുതിയ അറിവാണ്. സാറ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സാറ് സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനും കൂടിയാണ്. സാറിന്റെ സ്വന്തം സ്ഥലം കൊല്ലം പുനലൂർ എന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലേക്ക് സാറ് ചേക്കിയത്. സാറ് ഇവിടെ വന്നിട്ട് എത്ര വർഷമാവും? 6 കൊല്ലമായിരുന്നു. ഈ കുടപ്പനക്കുന്ന് വന്നിട്ട് 6 വർഷമായിരുന്നു. സാറ് റിട്ടയർ ആകുമ്പോൾ ഏത് സ്കൂളിലായിരുന്നു? അത് പുനലൂർ ഗവൺമെന്റ് സ്കൂൾ. അത് ശരി. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ചിലപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്ഷേത്രത്തിനെ കുറിച്ച് സാറിന്റെ അയൽവാസികളും നാട്ടുകാർക്കൊക്കെ എന്താണ് അഭിപ്രായം? അവർക്ക് പ്രത്യേകിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഈ റിപ്പബ്ലിക് ദിനവും മറ്റു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവരൊക്കെ വരും, വന്ന് കാണും, അവർ പങ്കെടുക്കും മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ റിപ്പബ്ലിക് ദിനമായിട്ട് കുട്ടികൾക്ക് രാവിലെ ഫുട്ബോൾ കളിക്കും. ഞാൻ ടർഫ് വാടകയ്ക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്. കുട്ടികൾ വന്ന് കളിച്ചിട്ട് പോകും, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. അപ്പം അതെന്ന് വെച്ചാൽ ഫുട്ബോൾ കളിയിലുമുണ്ട് ഇതിനകത്തെ തത്വം. അതായത് നിങ്ങൾ കളിയിലൂടെ സഹകരണം വളർത്തിയെടുക്കും. അപ്പം അങ്ങനെ അതൊരു ആത്മീയതയാണ്. അല്ലാതെ ഭഗവാനെ രക്ഷിക്കണേന്ന് പറയുന്നത് ആത്മീയത തീരെ ഇല്ല. നീ നിന്നെയാണ് രക്ഷിക്കട്ടെ. സാർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ വേറൊരു വാക്ക് ശ്രദ്ധിച്ചത്. ഉള്ളിലെ മാലിന്യങ്ങളെ നാളികേരത്തിലാക്കി ഉടച്ച് കളയും. അതൊരു വല്ലാത്ത ചിന്തയാണല്ലോ സാർ. അതെങ്ങനെ അങ്ങനെ ഒരു ചിന്ത തോന്നാനുള്ളൊരു കാരണം? അത് രവിശങ്കർ, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ രവിശങ്കർ പറഞ്ഞൊരു ഇതിനൊക്കെ വലിയ ഇത് ഉൾക്കൊള്ളുന്നൊരു തത്വമുണ്ട്. അതിങ്ങനെയാണ്. അതായത് നിങ്ങൾ 7 ദിവസം ഗണേശനെ ആരാധിച്ച് നിങ്ങൾ ഗണേശനാവും. അതായത് ഗണേശന്റെ പവർ ഒക്കെ കിട്ടും. ഗണേശന്റെ ആനത്തലയോളം ശക്തി, മൂഷികനെ പോലെ തെരഞ്ഞു ചിന്തിക്കുക, ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗണേശനായി കഴിഞ്ഞാൽ ഈ മണ്ണ് ഗണേശനെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ കളയുന്നത്. അപ്പം അത്രയും തത്വങ്ങൾ പലയിടത്തും ഹൈന്ദവതയിലുണ്ട് എന്ന് പറഞ്ഞു തന്ന ഗുരുക്കന്മാരാണ്. അവിടുന്നാണ് ഞാൻ ഉൾക്കൊണ്ടത്. അപ്പൊ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, അതില് ഈ ക്ഷേത്രം എന്തിനു വേണ്ടിയെന്ന് അത് എഴുതിയിട്ടുണ്ട്. അതിലുള്ള ഓരോന്നും പ്രത്യേകിച്ച് സൂം ചെയ്ത് കാണിക്കണം. കാരണം അത് ഒരു വല്ലാത്ത ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്വയം ഈശ്വരനായി വിഗ്രഹ നിമഞ്ജനം നടത്താനായിട്ട് പറയുന്നത്. അതൊക്കെ ഒരു വല്ലാത്തൊരു ചിന്തയാണ്. നമ്മള് സ്വയം ഈശ്വരനായിട്ട് നമ്മളെന്നാലും ഈ ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് അപ്പോൾ നമ്മൾ ക്ഷേത്രം കണ്ടു, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ടു. സാധാരണ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ സാർ ചില ഉപദൈവങ്ങൾ കാണാറുണ്ടല്ലോ ക്ഷേത്രത്തിന്റെ ചുറ്റും. അപ്പൊ ഇവിടുത്തെ ഉപദൈവങ്ങളെ ദൈവങ്ങളെന്ന് തന്നെ പറയാം അല്ലേ? അതെ, ഉപദൈവങ്ങൾ ചില കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഉപദൈവങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ തൊട്ടടുത്ത് ഒരു ഉപദൈവം ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ദിവസമാണെന്ന് 26. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഈ ഉപദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഉപദൈവങ്ങളെല്ലാം ഈ ഭിത്തിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഒരു ക്യാരം ബോർഡൊക്കെ കണ്ടു. അപ്പോ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ക്യാരംസ് ഒക്കെ ഇത് കളിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സ് എവിടാ? നിങ്ങളുടെ മനസ്സ് കളിയില്ല. അതെ, നമ്മുടെ മനസ്സ് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിനാണ് എല്ലാ കളികളും ഉണ്ട്, ഇതല്ല. അപ്പൊ കളികൾക്ക് ഒരു വലിയ പ്രാധാന്യമാണ്. കളികളിൽ ആത്മീയത ഉണ്ടെന്നാണ് പിന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അങ്ങനെ പറയാനുകൂടാ. ശിവദാസൻ സാറിന് ഒരുപാട് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ നന്ദി. സ്നേഹം സാർ, ഒരുപാട് നന്ദി. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു.